എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷത്തോടെയും ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കുറച്ച് നാളായി വീഡിയോസൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട് നാട്ടിലായിരുന്നു. കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് റെഗുലറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ റെഗുലറായിട്ട് നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ടാവും. പണ്ട് സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. നല്ല സ്വാദുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. 1 കിലോ അളവിൽ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. മസാലകളെല്ലാം നല്ലതുപോലെ ഉള്ളിൽ പിടിക്കാനായിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന കുറച്ച് ചേരുവകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമേ തന്നെ ഒരു 3 സവാള ഇതുപോലെ കനം കുറച്ച് നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി ചതച്ചതാണ്. ഒരു 10-12 അല്ലി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചതച്ച് എടുത്തിട്ടുണ്ട്. നോൺ വെജ് കറികളൊക്കെ തയ്യാറാക്കുമ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അത്യാവശ്യം നന്നായിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം ഉണ്ടെങ്കിലാണ് ആ കറിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമ്മൾ ഇത് തയ്യാറാക്കുന്നത് മൺചട്ടിയിലാണ്. ആ ഒരു നാടൻ ഫ്ലേവർ ലഭിക്കാനായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പം കഴിവതും വെളിച്ചെണ്ണയിൽ തന്നെ ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് ആ ഒരു നാടൻ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ നമ്മുടെ കറിക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം നമ്മളിതിലേക്ക് മുഴുവനെയുള്ള ഗരം മസാല ചേർത്ത് കൊടുക്കുന്നു. ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു 3-4 ഏലക്കയും ഒരു 4 ഗ്രാമ്പുവും പിന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും പിന്നെ നമ്മുടെ ബേ ലീഫുമാണ്. അതൊരു ചെറിയ കഷ്ണമാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ എണ്ണയിലിട്ട് നല്ലതുപോലെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ പെരുംജീരകം ഒന്നും മുഴുവനായിട്ട് ചേർത്തിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ചേർക്കണം താല്പര്യം ഉണ്ടെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മുഴുവനെയുള്ള പെരുംജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഹോൾ സ്പൈസസിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പുറകെ തന്നെ നമുക്ക് വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചക്കുത്ത് മാറുന്നിടം വരെ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കേണ്ടതാണ്. അപ്പോൾ നല്ല ബ്രൗൺ ആവുന്നിടം വരെ നമ്മളിത് വഴറ്റിയെടുക്കണം. അതിനുശേഷം മാത്രം നമ്മൾ ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കണം. പച്ചമണം എല്ലാം തന്നെ നല്ലതുപോലെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മളുടെ സവാളയുണ്ടല്ലോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാളയും നമ്മൾ നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നതിനും വരെ വഴറ്റിയെടുക്കണം. അപ്പം നല്ലതുപോലെ ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു 8-10 മിനിറ്റ് തന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മുടെ സവാളയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളയെല്ലാം കണ്ടില്ലേ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു ചെറിയ ടൊമാറ്റോ ആണ് കേട്ടോ ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ടൊമാറ്റോ ഒക്കെ അധികം വരുമ്പം ഞാനിതുപോലെ അരിഞ്ഞ് ഫ്രീസറിൽ വെക്കാറുണ്ട്. എത്ര നാൾ വേണമെങ്കിലും കേടാവാതെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പം അതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു ടൊമാറ്റോ ആണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ എത്ര പേരുണ്ട് പച്ചക്കറികളൊക്കെ ചീത്തയാവുന്നതിന് മുന്നേ തന്നെ ഇതുപോലെ ഫ്രീസ് ചെയ്ത് ഉപയോഗിക്കുന്നവർ. പണ്ട് എനിക്കിങ്ങനെ ഫ്രീസ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് ചെറിയൊരു മടുപ്പുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു നല്ല ഓപ്ഷൻ തന്നെയാണ് പച്ചക്കറികൾ കേടുകൂടാതെ കിട്ടാനായിട്ട്. അപ്പം ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ടൊമാറ്റോയും നല്ല രീതിക്ക് തന്നെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരുന്നൊരു പാകത്തിന് തന്നെ നമ്മളിത് വഴറ്റിയെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. 1 കൈപ്പിടിയോളം മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മല്ലിയിലയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. മല്ലിയില പെട്ടെന്ന് തന്നെ വഴണ്ട് വരും. അപ്പം ഏകദേശം ഒരു ലാസ്റ്റ് സ്റ്റേജൊക്കെ ആയപ്പോഴാണ് ഞാൻ ഈ മല്ലിയില ചേർത്ത് കൊടുത്തത്. മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചട്ടികൾ റെഡിയാക്കുന്നതുകൊണ്ട് തന്നെ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പം ഫ്ലെയിം നമ്മൾ നല്ലോണം ലോയിലേക്കാക്കി കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം മാത്രം പൊടികൾ ചേർത്ത് കൊടുക്കുക. പൊടികളായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ആദ്യമേ തന്നെ ഒരു 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ്.
ഞാനിപ്പം ഇവിടെ ഒരു 3/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയും അതുപോലെ നമ്മുടെ സാധാ എരിവുള്ള മുളക് പൊടിയും മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടൊരു 3/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ഒരു 1/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. ഇത് വറുത്ത് പൊടിച്ച പെരിഞ്ജീരകമാണ് കേട്ടോ. അത് ഒരു 1/4 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നമ്മളൊരു 1/4 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ മസാല ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം പൊടികളെല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുന്ന രീതിക്ക് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളൊക്കെ നല്ലതുപോലെ മൂത്ത ഒരു മണം വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ചെറു ചൂടുള്ള വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറു ചൂടുള്ള വെള്ളം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പച്ചവെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നാൽ നമ്മൾ തിളപ്പിച്ചെടുക്കുന്നതായതുകൊണ്ട്. അപ്പോൾ ഇതേ ഒന്ന് ആവിയൊക്കെ കയറി ഒന്ന് തിള കയറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുണ്ടല്ലോ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മളുടെ ചിക്കൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് ഒരല്പം ഉപ്പ് കുറവാണെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ കഷ്ണങ്ങളെല്ലാം ചേർത്തിട്ട് മസാലകൾ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ചിക്കനിൽ തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വെള്ളം പോരായ്കയുണ്ടെങ്കിൽ ചെറു ചൂടുള്ള വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നമ്മളൊരു 10 മിനിറ്റും കൂടെ ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി കണ്ടില്ലേ, അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. എണ്ണയൊക്കെ അതിൻ്റെ മേളിലിങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ ചിക്കൻ വെന്തും വന്നിട്ടുണ്ട്. ഇനി അവസാനത്തെ ഒരു സ്റ്റേജായിട്ട് മുകളിൽ കുറച്ച് മല്ലിയില കൂടെ നമുക്കൊന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. നല്ല സ്വാദുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ. നല്ലൊരു വീഡിയോയുമായിട്ട് ഉടനെ നമുക്ക് മറ്റൊരു ദിവസം കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.